ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അല്ലൂസ് വൈബ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പോപ്കോൺ നമുക്ക് എങ്ങനെ വെറൈറ്റി ആയിട്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോയുമായിട്ടാണ്. ഒന്ന് ക്യാരമൽ പോപ്കോണും ഒന്ന് മസാല പോപ്കോണും. എന്നിട്ട് സ്വീറ്റാണ്, എന്നിട്ട് സ്പൈസിയാണ്. നമുക്ക് മഴയത്തൊക്കെ വെറുതെ കഴിക്കാൻ പറ്റിയ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പോപ്കോൺ എടുത്തിട്ടുള്ളത്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോപ്കോൺ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഇളക്കി കൊടുത്ത് ഇതൊരു പൊട്ടൽ വരുമല്ലോ, ആ പൊട്ടൽ വരുമ്പോൾ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടിൻ്റെ വിസിലൊന്ന് ഊരി വെച്ചിട്ട് അതൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ വിസിലൊന്ന് ഊരി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ പൊട്ടൽ മുഴുവനായിട്ടൊന്ന് നിന്നതിന് ശേഷം ഇത് തുറന്ന് നോക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് പൊട്ടലൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കാരമലൈസ്ഡ് പോപ്കോൺ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ക്യാരമലാക്കി എടുക്കണം. അതായത് ഇത് ഉരുകി വന്നിട്ട് ഒരു ഗോൾഡ് ബ്രൗൺ കളറാകുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. ആദ്യം കുറച്ച് തീ ഒന്ന് കൂട്ടി കൊടുക്കട്ടോ, പിന്നെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഒന്ന് ഉരുകിയതിന് ശേഷം തീ കുറച്ച് കൊടുക്കുക. ബ്രൗൺ കളറായി വന്നിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ബ്രൗൺ കളറാവണം. അപ്പോൾ ഇത് ഈ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി, അത് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മതി. നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പോപ്കോൺ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പോപ്കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പകുതി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പകുതി നമുക്ക് മസാല പോപ്കോൺ റെഡിയാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ക്യാരമൽ ഈ പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇതുപോലെ കട്ടയായിട്ടാണ് ഉണ്ടാവുക. അപ്പം നമുക്കൊന്ന് വേർപ്പെടുത്തി കൊടുക്കുക. നല്ല ക്രഞ്ചി ആയിട്ടാണുള്ളത്. നമുക്ക് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് വേർപ്പെടുത്തി കൊടുക്കുക. അപ്പം നമ്മുടെ ക്യാരമൽ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് മസാല പോപ്കോൺ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ
ലെമൺ ജ്യൂസ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പോപ്കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല പോപ്കോണിലേക്കൊക്കെ പിടിക്കും വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പോപ്കോണും ഒരുപോലെ ആയിട്ടുണ്ട്. നമ്മുടെ മസാല പോപ്കോണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് രണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റേറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thanks for watching.